മിനിസ്ട്രീസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സഭയുടെ ചില കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് ചിന്തിക്കുകയാണ്. സഭയുടെ പ്രത്യേകതയെക്കുറിച്ച് ചിന്തിച്ചു. സഭ ഒന്ന് മാത്രം, സഭ വിശുദ്ധമാണ്, സഭ സാർവലൗകികമാണ്, അതുപോലെ സഭ അപ്പോസ്തലികമാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചിന്തിച്ചു. എന്നാൽ സഭയുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, ആദിമസഭയിൽ ഏത് രീതിയിലായിരുന്നു എന്നും ഈ തരണത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം അപ്പോസ്തലന്മാർ ആണല്ലോ അടിസ്ഥാനമിട്ടിരിക്കുന്നത്, സഭയ്ക്ക് അടിസ്ഥാനമിട്ടത്. അതുകൊണ്ട് അവരെങ്ങനെയായിരുന്നു കൂടിയിരുന്നത്, ചെയ്തിരുന്നതെന്നൊക്കെ ഉള്ളത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 42 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, നോട്ട് ചെയ്യുകയും വേണം. ഇത് നിങ്ങളത് നോട്ട് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ കാണുന്നത് എന്തൊക്കെയാണെന്നുള്ളത് അതിനകത്ത് ക്ലിയർ ആയിട്ടുണ്ട്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരിൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകല വക പൊതു എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന് കൃപ അനുഭവിക്കുകയും ചെയ്തു. ഒരു ആദിമ സഭയിൽ അവിടെ നടന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, ഒന്ന്. അന്നേരം അവരുടെ ഉപദേശം ഉണ്ട്. 2 കൂട്ടായ്മയുണ്ട്. 3 അപ്പം നുറുക്കുന്നുണ്ട്. അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ തിരുമേശ. 4 പ്രാർത്ഥന. ഇതാണ് ജനറലി അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൂടാതെ അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടായിരുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ദേ ഷെയർഡ് എവരിത്തിങ്, അവർക്കുള്ളതൊക്കെ പങ്കിട്ടു. അത് ആ സ്നേഹം കാണിക്കുന്ന അന്യോന്യം പങ്കിടലിൻ്റെ അനുഭവം. ദിനം പ്രതി ദേവാലയത്തിൽ കൂടി. അവിടെ ഈ ദേവാലയം എന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ആ വീട്ടിൽ അപ്പം നുറുക്കിയെന്നൊക്കെയാണ് പറയുന്നത്, ഹൗസ് ടു ഹൗസ്. അന്നേരം വീട്ടിൽ കൂടിയിട്ടുണ്ട്, അതുപോലെ സിനഗോഗിൽ കൂടിയിട്ടുണ്ട്. അല്ലാതെ നമ്മളീ പറയുന്ന പോലുള്ള ദേവാലയങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. അതൊക്കെ പിന്നീട് വന്ന കാര്യങ്ങളാണല്ലോ. ഒന്നീ സിനഗോഗിലായിരുന്നു കൂടിയിരുന്നത്, അല്ലെങ്കിൽ വീട്ടുകളിൽ കൂടിയിരുന്നു. അന്നേരം അവർ പ്രാർത്ഥിച്ചിരുന്നു, അപ്പം നുറുക്കിയിരുന്നു, കൂട്ടായ്മ ആചരിച്ചിരുന്നു, വചന ശുശ്രൂഷ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, ദൈവത്തെ സ്തുതിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അവർ ഭക്ഷണവും കഴിച്ചു. ഇത്രയും കാര്യങ്ങളാണ് സഭയിൽ നടക്കുന്നത്. ഇപ്പോഴേ ഏത് രീതിയിലാണ് നടക്കുന്നത് എന്നെനിക്കറിയത്തില്ല. അത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഈ പറഞ്ഞ പോലെ പൊതുവത വക എന്ന് എണ്ണുന്ന ഒരു സംഭവം, ഷെയറിങ് എവരിതിങ്, ഷെയറിങ് കമ്മ്യൂണിറ്റി ആയിരുന്നു. അതിന് പറയാൻ പ്രേയിങ് കമ്മ്യൂണിറ്റി, ഷെയറിങ് കമ്മ്യൂണിറ്റി, ഫെലോഷിപ്പിംഗ് കമ്മ്യൂണിറ്റി എല്ലാം ആ ഒരു രീതിയിലാവുമ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം ആർക്കും അതിൽ മുട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരാൾക്കൊരു പ്രയാസം വരുമ്പോൾ അടുത്ത ആൾ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. അതാണ് സഭയുടെ സന്തോഷം. യേശുക്രിസ്തു എന്ന തലയും ബാക്കിയുള്ള ശരീരത്തിൻ്റെ അവയവങ്ങളും ആയിട്ട് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ചിത്രീകരിച്ചിരിക്കുമ്പോഴേ നമ്മൾ ഓർക്കേണ്ടത്, ഒരു അവയവത്തിന് പ്രയാസമുണ്ടെങ്കിൽ സകല ശരീരം മുഴുവൻ പ്രയാസപ്പെടുന്നു. ഒരു അവയവത്തിന് അഭിമാനമുണ്ടെങ്കിൽ ശരീരം മുഴുവൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു അവയവത്തിന്, ദാറ്റ് മീൻസ് നമ്മളെല്ലാം ഒരു അവയവത്തിൻ്റെ ഭാഗമാണ്. ഒരു അവയവത്തിന് പ്രയാസമുണ്ട്. നമ്മുടെ സഭയിലെ നമ്മൾ തന്നെ എടുക്കുക, നമ്മുടെ ലോക്കൽ ചർച്ചസിലെ ഒരു വ്യക്തിക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രയാസം ഉണ്ടാവും. നമുക്ക് പ്രയാസം ഉണ്ടാവും. എന്നെ കൂടെ കൂട്ടിയാൻ പറയും, നമുക്ക് ആ പ്രയാസം ഉണ്ടാവും. ആദിമസഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു കൊച്ചിന് അസുഖം വന്നതുപോലെ ആയിരുന്നു എൻ്റെ സഭയിലുള്ള ഒരാളുടെ കൊച്ചിന് അസുഖം വരുമ്പോഴും. ഇതെന്ത് സ്നേഹമായിരുന്നു! കാരണം എൻ്റെ പ്രയോറിറ്റിക്കായി ഉപരിയായിട്ട് സഭയുടെ പ്രയോറിറ്റി, കാരണം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. ആ രീതിയിലായിരുന്നു സഭ കൂടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴേ അതിനകത്ത് നിന്നൊക്കെ വ്യത്യാസം വന്നു, ഒരുപാട് വ്യത്യാസം വന്നു. കാരണം അന്ത്യകാലം അടുത്തടുത്ത് വരുന്നതനുസരിച്ച് അതിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടേ പോവുകയാണ്. ഇപ്പോൾ ആൾക്കാരെല്ലാം സെൽഫിഷാണ്. അവരുടെ കാര്യങ്ങളൊക്കെ അപ്പുറമായിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷെയറിങ്, ഒരു പാർട്ട് ഞാൻ ചെയ്യാം എന്ന് ആരെങ്കിലും ഒരാൾ പറയും, അത് മുഴുവൻ ഞാൻ ചെയ്യാമെന്ന് പറയുമോ? പറയത്തില്ല, ആരും പറയത്തില്ല. അല്ലെങ്കിൽ അവർ പറയും, എനിക്കതിന് വേണ്ട കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിന് എനിക്ക് വേണ്ടിയ പണമില്ല എന്ന് പറയും.
അങ്ങനെയാണ് ഇപ്പോഴത്തെ ആളുകൾ ചെയ്യുന്നത്. അന്ന് അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു കോമൺ ആയിട്ട് എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നത്. കോമൺ പൂളിംഗ് ആയിരുന്നു. പിന്നീട് ആ കോമൺ പൂളിംഗ് വന്നതിന് ശേഷം പിന്നീട് സഭയ്ക്ക് പ്രയാസങ്ങൾ വന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൽ ആ ഡിസിഷനകത്തെ കുഴപ്പമാണോ നമുക്കറിയത്തില്ല. സഭയ്ക്ക് എല്ലാ പ്രയാസങ്ങൾ വന്നു. ഫൈനാൻഷ്യലി പലർക്കും ജോലിയില്ലാതെയും ഒക്കെ വന്ന് പ്രയാസങ്ങൾ പിന്നീട് സഭയ്ക്ക് ധർമ്മശേരം നടത്തുന്ന കാര്യമൊക്കെ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളിൽ വാക്യങ്ങൾ നമുക്ക് വായിക്കാമല്ലോ. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഷെയറിങ് കമ്മ്യൂണിറ്റി ആയിരിക്കണം സഭ. അതുപോലെ ദിനംപ്രതി ദേവാലയം, അന്ന് ആഴ്ചയിൽ ഒരിക്കലുള്ള വർഷിപ്പല്ലായിരുന്നു, ദിനംപ്രതി ദേവാലയത്തിൽ കൂടുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ പീഡനമുണ്ടായിരുന്നു. കാരണം റോമൻ സാമ്രാജ്യം യഹൂദന്മാർ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമല്ലായിരുന്നു. ഇവരെങ്ങനെയും അടിച്ചോടിക്കണം എന്ന് വിചാരിക്കുന്നതായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അത് ചെയ്തത്, അന്ന് അവർ ചെയ്തത്. അതുകൊണ്ട് ഒരുമിച്ച് ഏകമനസ്സോടുകൂടി അവർ പ്രാർത്ഥിക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ധാരാളമായി അവിടെ കാണുവാനായിട്ട് സാധ്യമായി. ഇന്നും ഇതേപോലെ ചെയ്യുന്ന സഭകളിൽ അതുപോലെ പ്രവർത്തനം ഉണ്ടായെന്ന് മറന്നുപോകരുത്. അതുപോലെ സഭകളെ നയിക്കാനായിട്ട് പല ആളുകളെ എടുത്തായിട്ട് അവിടെ കാണുന്നുണ്ട്. ഇങ്ങോട്ട് നമ്മൾ പിന്നീട് ഭാഗങ്ങളിൽ വായിക്കുമ്പം ലീഡേഴ്സ്, സുവിശേഷന്മാർ, മൂപ്പന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സഭയിൽ കൃപാവരം, പ്രവചനവരം, രോഗസൗഖ്യം, ഇതെല്ലാം ഓവർസീസ്, പാസ്റ്റേഴ്സ്, ഇവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം സഭയുടെ ഉദ്ധാരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ സഭയെ മുമ്പോട്ട് നയിക്കാൻ വേണ്ടി, അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ആയിരുന്നു ഉള്ളത്. എന്നാൽ സഭയുടെ നാഥൻ ക്രിസ്തുവാണ്, നടത്തുന്ന പരിശുദ്ധാത്മാവായിരുന്നു. സഭയുടെ ടീച്ചിങ്ങും അത് തന്നെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളിലെ സഭയുടെ ടീച്ചിങ്ങിനകത്ത് നമുക്കറിയാം, only the standard is the word of God, ദൈവത്തിൻ്റെ വചനമായിരുന്നു. അതായിരുന്നു അന്നത്തെ സഭയുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ദ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്നൊക്കെ പറയാം. ആ രീതിയിലായിരുന്നു അന്ന് സഭ പ്രവർത്തിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനിയും സഭയുടെ ഉപദേശങ്ങൾ എന്തായിരുന്നു എന്നുള്ളതും ചുരുക്കമായി ഒന്ന് പറഞ്ഞ് ഞാൻ ഈ സഭയെക്കുറിച്ചുള്ളത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. സഭയുടെ ഉപദേശങ്ങൾ പ്രധാനമായിട്ട് 7 ഉപദേശങ്ങളായിരുന്നു സഭയിൽ അന്ന് ഉണ്ടായിരുന്നത്. അത് കൂടുതൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം, ഞാൻ 7 അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്തുവിൽ ഒന്നായിരുന്നു ഏകവും കാതോലികവുമായിട്ടുള്ള സഭ. 1. 2, 66 പുസ്തകങ്ങൾ അടങ്ങിയ ബൈബിൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം, മനുഷ്യന് നൽകിയ വെളിപ്പാട്, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ഉള്ള ആ ദൈവത്തിൻ്റെ വചനമായിരുന്നു സഭയുടെ ഏറ്റവും സ്റ്റാൻഡേർഡ് ബേസിസ്. 3, ദൈവം ത്രിയേകനാണ്. ദൈവം അസ്തിത്വത്തിലും ദൈവിക സൃഷ്ടിയിലും വിശ്വസിക്കുന്ന സഭയായിരുന്നു. ദൈവിക അസ്തിത്വത്തിലും ദൈവിക സൃഷ്ടിയിലും വിശ്വസിക്കുന്ന സഭയായിരുന്നു സഭ, ആദിമസഭ. ദൈവം ത്രിയേകനാണെന്നുള്ളത്. മനുഷ്യൻ, പാപം, മരണം, ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ട് ദൈവവചനത്തിൽ ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു വിശ്വാസമായിരുന്നു സഭയിലുണ്ടായിരുന്നത്. മനുഷ്യൻ്റെ ക്രിയേഷൻ്റെ കാര്യത്തിലായാലും, അവൻ വീണുപോയ പാപം, അവന് മരണം വന്ന് ക്രിസ്തുവിൽ കൂടിയുള്ള വീണ്ടെടുപ്പും, അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും എല്ലാം സഭയിലെ പഠിപ്പിക്കുകയും അതിനെ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരവും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും ഇതും പഠിപ്പിച്ചിരുന്ന ഒരു സമയമായിരുന്നു സഭയിൽ. പ്രത്യേകിച്ചും നോസ്റ്റിസിസം ധാരാളമുള്ള ഒരു സാഹചര്യമായിരുന്നു അവിടെയുള്ള. ഗ്രീക്കിലുള്ള തത്വചിന്തകന്മാരുടെ ചിന്ത വന്നിട്ട് ദ ബോഡി ഈസ് ഡെവിളിഷ്, അല്ലെങ്കിൽ ബോഡി കറപ്റ്റഡായിട്ടുള്ള ബോഡിയാണ്, അതിൽ പാപമാണ് എന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ചിന്തകൾ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മനുഷ്യന് ഒരിക്കലും ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല എന്നൊരു ചിന്തയിൽ അതിനുവേണ്ടി അഡീഷണലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതല്ല എന്നുള്ള ചിന്ത വരികയും, അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളും യേശു മനുഷ്യരല്ല എന്നുള്ള ചിന്തകളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ജഡാവതാരവും ദൈവത്വത്തെക്കുറിച്ചും ഉള്ള ഉപദേശങ്ങൾ അവിടെ സഭയിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അപ്പോസ്തലിക ഉപദേശങ്ങൾ, യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് പോയതിനു ശേഷം പരിശുദ്ധാത്മാവ് വന്ന് അപ്പോസ്തലന്മാർ കൂടി എഴുതി അറിയിച്ച ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ദൈവവചനത്തിൽ പറയുന്ന പോലെ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്, 1000 ആണ്ട് വാഴ്ച, പുതുവാന ഭൂമി, ന്യായവിധി, നിത്യ ശിക്ഷ, നിത്യത, ഇതെല്ലാം തന്നെ ബേസിക്കായിട്ടുള്ള ഡോക്ടറലായിട്ട് സഭയിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. സഭയുടെ ഉപദേശത്തിനകത്ത് ഈ ബിബ്ലിക്കലായിട്ടുള്ള പ്രിൻസിപ്പിൾസാണ് കൂടുതലും വന്നിരുന്നത്. എന്നാൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചേക്കുന്നത് നമുക്കറിയാം. ഈവൻ
ഡിനോമിനേഷൻസിനകത്ത് മാത്രം അല്ല, ഈവൻ സോക്കാൾഡ് റിഫോംഡ് ചർച്ച് എന്ന് പറയുന്ന ചർച്ചിൽ പോലും ഒരുപാട് ട്രഡീഷൻസും ഒരുപാട് പഴയ കാലങ്ങളിൽ നിന്നുള്ള ആചാരാനുഷ്ഠാനങ്ങളും ഇന്നും അതുപോലെ തന്നെ ചെയ്യുന്ന സഭകൾ ഒരുപാടുണ്ട്. ഡിനോമിനേഷൻസ് മാത്രമല്ല, അല്ലാതുള്ള ലോക്കൽ ചർച്ചസ് പോലും പലതും പഴയ ആചാരാനുഷ്ഠാനങ്ങളിൽ ഇപ്പോഴും ബൈൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ബേസിസ് എന്ന് പറയുന്നത് 66 ബുക്സ് ഓഫ് ബൈബിൾ മാത്രമായിരിക്കണം. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. അങ്ങനെ ആകുമ്പോൾ ഡീവിയേറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാവും. നേരത്തെ പറഞ്ഞതുപോലെ യേശുവിൻ്റെ കാന്തയാണ് സഭ. കാന്ത എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, മണവാട്ടി. ഒരു കല്യാണം ഉറപ്പിച്ചു കഴിയുമ്പോൾ ആ മണവാട്ടി ഒരിക്കലും മോശമായി പോകാനായിട്ട് മണവാളൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ മണവാട്ടി എപ്പോഴും കല്യാണത്തിന് വരുമ്പോൾ ഉപയോഗിക്കുന്ന വസ്ത്രം മലിനമായ വസ്ത്രം ഉപയോഗിച്ച് കല്യാണത്തിനൊരു മണവാട്ടിയും വരാറില്ല. ആ മണവാട്ടി മണവാളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും വിശുദ്ധയായി അവളെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ആ മണവാട്ടിക്കുണ്ട്. അന്ന് യഹൂദന്മാരുടെ കല്യാണത്തിന് ഈ ബിട്രോത്തൽ പീരീഡ് കഴിഞ്ഞിട്ട്, കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട് കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ അവരുടെ ആ സ്റ്റൈൽ അനുസരിച്ച് ഏതെങ്കിലും സമയത്ത് എവളിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചാൽ വിവാഹമോചനം വരെ, അത് ബിട്രോത്തൽ കഴിഞ്ഞാൽ വിവാഹമോചനം വരെ, വിവാഹം കഴിച്ചില്ലെങ്കിൽ കൂടി അതുണ്ടായിരുന്നു യഹൂദന്മാർക്ക്. ഉപേക്ഷിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാന്ത എപ്പോഴും നിർമ്മലയും പരിശുദ്ധയുമായിരിക്കണമെന്ന് കാന്തൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സഭയിലെ തെറ്റായിട്ടുള്ള പഠിപ്പിക്കൽ, ഉപദേശങ്ങൾ, അതുപോലെ സഭയിലുള്ള മെമ്പേഴ്സ് അവരുടെ വിശുദ്ധി, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ഇതിന് വിപരീതമായി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സഭ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ നാളുകളിലെ വിശ്വാസത്യാഗം വന്നുകൊണ്ടിരിക്കുന്ന ഈ സഭകളിലെ പ്രത്യേകിച്ചും ആളുകളുടെ വിശ്വാസം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിൻ്റെ ഒരു സിമ്പലാണത്. നമ്മൾ അടയാളങ്ങൾ ഇനിയും അതിനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സഭ പരിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അവസാനമായിട്ട് ഒരു വാക്യം കൂടി വായിച്ചിട്ട് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാം. എഫേസ്യർ 5:26-27 വാക്യം നമ്മളിത് നേരത്തെ ഡിസ്കസ് ചെയ്താണ്. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോട് മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ യേശുക്രിസ്തു സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്താണ് സഭയെ ഒരു ബ്ലെമിഷും ഇല്ലാതെ, ഒരു സ്പോട്ടുമില്ലാതെ, ഒരു റിങ്കിളുമില്ലാതെ ദൈവസന്നിധിയിൽ വിശുദ്ധീകരിച്ച് നിർത്താനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനെ നിർത്താനായിട്ട്, അത് മുമ്പോട്ട് നയിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവിനെയും തന്ന് നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് സഭയ്ക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അതിൽ സഭ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. ഇതിൽ നിന്നുള്ള ഡീവിയേഷൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഡീവിയേഷൻ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ ഈ നാളുകളിൽ അതോർത്ത് പ്രാർത്ഥിക്കുകയും എവിടെയൊക്കെ കറക്ഷൻ ആവശ്യമുണ്ട് സഭയിൽ ഉള്ളത് അതെല്ലാം നമ്മൾ ഇനിഷ്യേറ്റീവിൽ അതെല്ലാം ചെയ്ത് സഭയെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് പറയുന്നത്. സഭയുടെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് വരുന്ന ദിവസത്തിൽ കർത്താവിൻ്റെ വരവിലെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ദൈവം നമ്മളെ ഇതെല്ലാം കേൾക്കുകയും ഇതൊക്കെ അനുസരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ദൈവം ഇടവരുത്തുകയും ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഈ ദിവസത്തിലെ നിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ഞങ്ങളെ സഹായിച്ചോർത്ത് സ്തോത്രം. കർത്താവെ, സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പല കാര്യങ്ങൾ ചിന്തിച്ചല്ലോ. ആദിമസഭ ഏത് രീതിയിലാണ് പ്രവർത്തിച്ചത്, അവിടെയുള്ള വണ്ണസ്സും കർത്താവെ അവിടെയുള്ള ഷെയറിങ്ങും ഒക്കെ ഞങ്ങൾ കർത്താവെ ചിന്തിച്ചല്ലോ. കർത്താവെ ദൈവമേ, ഇന്ന് കർത്താവെ സെൽഫിഷ് ആയിക്കൊണ്ട് കർത്താവെ സഭയിലെ വേണ്ടാത്ത ദുരാചാരങ്ങളും അതുപോലെ കർത്താവെ പല അനുഷ്ഠാനങ്ങളും വന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പുറകോട്ട് എറിഞ്ഞു കളയുന്ന അനുഭവങ്ങൾ ഉണ്ടല്ലോ. ദൈവമേ ഇതൊക്കെ ഈ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കറയും ചുളുക്കവുമില്ലാതെ കർത്താവെ ശുദ്ധവും നിഷ്കളങ്കവുമായി നിൻ്റെ സന്നിധിയിലെ കർത്താവെ തേജസ്സോട് നിൽക്കുവാനായിട്ട് സഭയെ ഏറ്റെടുക്കുന്ന കർത്താവ് ദൈവമേ, ആ വലിയ
പ്രവർത്തനമെന്ന് സഫലം നടക്കുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഇത് കണ്ട ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി പ്രയാസപ്പെടുന്നവരെ പ്രത്യേകിച്ച് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വേദനയോടുകൂടി ശരീരത്തിൻ്റെ ദേഹത്തിൽ കൂടിയൊക്കെ വേദന വരുന്ന ചില വ്യക്തികളെ ദൈവം കാണിച്ചു തരുന്നു. കാല് അനക്കാൻ വയ്യാതെ പ്രയാസപ്പെടുന്ന, വലത്തുകാൽ അനക്കാൻ വയ്യാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, എഴുന്നേൽക്കാൻ പോലും വയ്യാതെ ഇരിക്കുന്ന ചില വ്യക്തികളെ ദൈവം ഈ ദിവസങ്ങളിൽ വലിയ വിടുതൽ കൊടുക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് നിങ്ങൾ വിട്ടുകൊടുക്കുമോ? ഒന്ന് പ്രാർത്ഥിക്കുമോ? വിശ്വാസത്തിലൊന്ന് പ്രാർത്ഥിക്കുമോ? എഴുന്നേറ്റ് നടക്കാനായിട്ട് ദൈവം കൃപ തരും. മുട്ടിന് ഒക്കെ തേയ്മാനം വന്നിട്ട് അനങ്ങാൻ വയ്യാതിരിക്കുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അതൊക്കെ മാറിപ്പോകാനായിട്ട് വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുമോ? ദൈവമേ, നീ പ്രാർത്ഥനകളെ കേൾക്കുകയും ഉത്തരം തരികയും ചെയ്യുന്ന ദൈവമായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന ചില വ്യക്തികളെ ദൈവം കാണിച്ചു തരുന്നു. ചില പ്രയാസങ്ങൾ കൂടി കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നു. ക്യാൻസറിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ ബ്ലഡ് ക്യാൻസറിൻ്റെ ആയിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന വ്യക്തികൾ ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം എല്ലാ വിടുതലുകളും തരാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ്. ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസേനയിൽ പ്രാർത്ഥിച്ച വ്യക്തികൾക്ക് സൗഖ്യം വന്നു എന്ന് അവരെ അറിയിച്ചിരുന്നു. ദൈവമേ, അതുപോലെയുള്ള വലിയ സൗഖ്യം ഈ ദിവസങ്ങളിൽ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ ഹൃദയത്തിലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നീ കേൾക്കുന്ന ദൈവമാണ്. സ്തോത്രം. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഈ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റിനൊക്കെ ദൈവം ഉത്തരം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന ഈ സമയങ്ങളിൽ നമ്മൾ കൂടുതൽ വിശ്വസ്തരായി ദൈവത്തോട് ചേർന്ന് വരുന്നവരായിരിക്കാനായിട്ട് ഈ ദിവസങ്ങൾ ഇടവരട്ടെ. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് അതിൽ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്താൽ നന്നായിരുന്നു. പ്രയർ റിക്വസ്റ്റ് ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരണമേ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.